അപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ മിൻ ടേം എന്താ, മാക്സ് ടേം എന്താ, അതിൻ്റെ ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻ എന്താ, അത് കഴിഞ്ഞിട്ട് സം ഓഫ് പ്രൊഡക്റ്റ് ടേംസ് അല്ലെങ്കിൽ സം ഓഫ് മിൻ ടേംസ് എങ്ങനെയാണ് എഴുതുന്നത്, സ്റ്റാൻഡേർഡ് SOP എന്താണ്, അതുപോലെ ബൂളിയൻ ലോ യൂസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് SOPയിൽ തന്നിരിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷനെ എങ്ങനെ മിനിമൽ SOP ആക്കി മാറ്റാം. ഇനി ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു SOP തന്നു കഴിഞ്ഞാൽ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എങ്ങനെ സ്റ്റാൻഡേർഡ് SOP ആക്കാം. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി ഇതേ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ഒരു ടേമാണ് പ്രൊഡക്റ്റ് ഓഫ് സം. കുറേ സം ടേമിനെ പ്രൊഡക്റ്റ് വെച്ചിട്ട് കമ്പൈൻ ചെയ്യണം. നമ്മൾ SOP എന്ന് പറയുന്നത് എന്താ, കുറേ പ്രൊഡക്റ്റ് ടേമിനെ സമ്മ് വെച്ചിട്ട് കമ്പൈൻ ചെയ്യുന്നതാണ് SOP. സം എന്ന് പറയുമ്പോൾ പ്ലസ് വെച്ചിട്ട് കമ്പൈൻ ചെയ്യുന്നത്. ഇവിടെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, കുറേ സം ടേംസ് എന്ന് വെച്ചാൽ നമ്മളൊരു പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു, മാക്സ് ടേംസ്. ആ മാക്സ് ടേംസിനെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യാനാണ് നെക്സ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, ഓൾറെഡി ഒന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് റിവൈസ് ചെയ്യാം. മാക്സ് ടേം റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, രണ്ട് വാരിയബിൾ എക്സും വൈയും ആണെങ്കിൽ എങ്ങനെയാണ് മാക്സ് ടേംസ് എഴുതുക, ഓൾ പോസിബിൾ മാക്സ് ടേംസ് ഫോർ 2 വാരിയബിൾസ് എങ്ങനെയാ, എക്സ് ഓർ വൈ കോംപ്ലിമെൻറ്റ്, എക്സ് കോംപ്ലിമെൻറ്റ് ഓർ വൈ, എക്സ് കോംപ്ലിമെൻറ്റ് ഓർ വൈ കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇനി ഇതിന് വേറെ എന്താണ് മീനിങ്. മാക്സ് ടേം ആണെങ്കിൽ നമ്മൾ ഒറിജിനൽ ഫോം റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ വാല്യൂ എന്തായിരിക്കും, 0 വരുമ്പോഴാണ് ഒറിജിനൽ ഫോം റെപ്രസെൻ്റ് ചെയ്യുക. കോംപ്ലിമെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വാല്യൂ 1 വരുമ്പോഴായിരിക്കും. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ വേറെ റെപ്രസെൻറ്റേഷൻ എന്താ, 0 ആണെങ്കിൽ ക്യാപിറ്റൽ M0, 1 ആണെങ്കിൽ ക്യാപിറ്റൽ M1, 10 ആണെങ്കിൽ ക്യാപിറ്റൽ M2, 11 ആണെങ്കിൽ ക്യാപിറ്റൽ M3. ഓക്കെ, ഇനി ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ മിൻ ടേം ആണെങ്കിൽ ഇങ്ങനെ, മിൻ ടേമിൽ എപ്പോഴാണ് കോംപ്ലിമെൻറ്റ് മാർക്ക് ചെയ്യുക, വാല്യൂ 0 ആകുമ്പോൾ. മാക്സ് ടേമിൽ എപ്പോഴാണ് കോംപ്ലിമെൻറ്റ് മാർക്ക് ചെയ്യുക, വാല്യൂ 1 ആകുമ്പോൾ. ഈ റെപ്രസെൻറ്റേഷനിലുള്ള ഡിഫറൻസ് ഒക്കെ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ കനോണിക്കൽ പ്രൊഡക്റ്റ് ഓഫ് സം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേംസ്, പ്രൊഡക്റ്റ് ഓഫ് സം ടേംസ് എങ്ങനെ ഉണ്ടാക്കാം. നേരത്തെ കണ്ടിട്ടുള്ള സെയിം 2 ടേബിൾ നമ്മൾ മാക്സ് ടേം അല്ലെങ്കിൽ പോസ് ഫോം ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, പ്രൊഡക്റ്റ് ഓഫ് സം ടേംസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേംസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് ഫംഗ്ഷനിൽ 0 വരുന്ന ടേംസുകളെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് 0 വരുന്നത്, മിൻ ടേം എഴുതാൻ നമ്മൾ 2 ടേബിളിൽ 1 വന്നതിനെ കൺസിഡർ ചെയ്തെങ്കിൽ മാക്സ് ടേം എഴുതുമ്പോൾ നമ്മൾ 0 വരുന്ന റോസിനെയൊക്കെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി ഇതിനെ ഓരോന്നിനെയും മാക്സ് ടേം എങ്ങനെ എഴുതാം, ഇത് ഫുള്ള് 0 ആണ്, P0 Q0 R0. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതുക, 0 വരുമ്പോൾ ഒറിജിനൽ ഫോമിൽ എഴുതണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ P+Q+R. രണ്ടാമത്തതോ P0 Q0 R1 ആണെങ്കിൽ എങ്ങനെ എഴുതും, P+Q+R കോംപ്ലിമെൻറ്റ്. അടുത്തത് P0 Q1 R0. ഇതിനെ എങ്ങനെ എഴുതാം, P+Q കോംപ്ലിമെൻറ്റ് പ്ലസ് R. അടുത്തത് എന്താ, P1 Q0 R0. അപ്പോൾ എന്ത് എഴുതണം, P കോംപ്ലിമെൻറ്റ് ഓർ Q ഓർ R. ഇതാണ് മിൻ ടേമും മാക്സ് ടേമും തമ്മിലുള്ള ഡിഫറൻസ്. കമ്പൈൻ ചെയ്യാൻ നമ്മൾ ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. 0 വരുമ്പോൾ ഒറിജിനൽ ഫോം എഴുതണം, 1 വരുമ്പോൾ കോംപ്ലിമെൻറ്റ് ഫോം എഴുതണം ഇവിടെ. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് മാക്സ് ടേം റെപ്രസെൻറ്റേഷൻ. നമ്മളെല്ലാ വാരിയബിൾസിനെയും എല്ലാ മാക്സ് ടേമിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് മാക്സ് ടേംസ്. ഇതിനെ എങ്ങനെ സ്റ്റാൻഡേർഡ് മാക്സ് ടേംസിൽ എഴുതാം, കമ്പൈൻഡ് ഓൾ ദ മാക്സ് ടേംസ് യൂസിങ് ആൻഡ് ഓപ്പറേഷൻ, പ്രൊഡക്റ്റ് ഓപ്പറേഷൻ. സോ എങ്ങനെ എഴുതാം, P or Q or R and P or Q or R കോംപ്ലിമെൻറ്റ് and P or Q കോംപ്ലിമെൻറ്റ് or R and P കോംപ്ലിമെൻറ്റ് or Q or R. ഇതാണ് സ്റ്റാൻഡേർഡ് പോസ് ഫോം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ഓഫ് സം ടേംസ്. ഇതിനും നേരത്തെ കണ്ട പോലെ 2 more വാലിഡ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇതെന്താ, ഇതാണ് ക്യാപിറ്റൽ M0,
ഇത് ക്യാപിറ്റൽ M1, ഇത് ക്യാപിറ്റൽ M2, ഇത് ക്യാപിറ്റൽ M4. അപ്പോൾ എങ്ങനെ അതർ റെപ്രസെൻറ്റേഷൻ എഴുതാം? M0 ആൻഡ് എന്ത് വെച്ചാൽ കമ്പൈൻ ചെയ്യേണ്ടത്? ആൻഡ് ഓപ്പറേഷൻ. പ്രൊഡക്റ്റ് ഓഫ് സം ടേംസ് ആണ്. ഡിഫറെൻറ്റ് സം ടേംസിനെ പ്രൊഡക്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് വേണം കമ്പൈൻ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ എഴുതാം. അല്ലെങ്കിലോ നേരത്തെ സിഗ്മ യൂസ് ചെയ്തതിന് പകരം ഇവിടെ എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് ആണെന്ന് കാണിക്കാൻ പൈ എന്ന് പറയുന്ന സിമ്പിൾ, പൈ ക്യാപിറ്റൽ M ബ്രാക്കറ്റിൽ 0, 1, 2, 4 ഇങ്ങനെ എഴുതാം. ഇതാണ് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ഓഫ് സം ടേം റെപ്രസെൻറ്റേഷൻസ്. ഇനി മിനിമൽ പോസ്റ്റ് ഫോം എന്ന് വെച്ചാൽ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് പോസ്റ്റ് ഫോമിനെ നമ്മൾ ബൂളിയൻ ലോ ഒക്കെ വെച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് അതേ ഇൻഫോർമേഷൻ സ്റ്റാൻഡേർഡ് പോസ്റ്റ് ഫോം തരുന്ന അതേ ട്രൂത്ത് ടേബിൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മിനിമൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും മിനിമൽ പോസ്റ്റ് ഫോം എന്ന് പറയാം. ഓക്കെ, ഈ ഒരു കേസ് ഇതിൽ നമ്മൾ എങ്ങനെ ഫങ്ഷൻ ഉണ്ടാക്കും നോക്ക്. ഔട്ട്പുട്ട് പോസ്റ്റ് ഫോം സ്റ്റാൻഡേർഡ് പോസ്റ്റ് ഫോം ആകുമ്പോൾ നമ്മൾ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഔട്ട്പുട്ട് വാല്യൂ 0 ഉള്ള റോ വേണം കൺസിഡർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എന്താണ് വരിക? ഈ 2 റോ ആണ്. ഇവിടെ P0, Q1. അപ്പോൾ P0 ആകുമ്പോൾ എന്ത് ചെയ്യണം? P ഒറിജിനൽ ഫോമിൽ, Q കോംപ്ലിമെൻറ്റ് ഫോമിൽ കമ്പൈൻഡ് യൂസ് ചെയ്യും. ഓർ ഇവിടെ P കോംപ്ലിമെൻറ്റ് ഓർ Q കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇതിൽ നമുക്ക് എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഇത് സ്റ്റാൻഡേർഡ് ഫോം ആണോ? ഇതിപ്പോഴും സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ടേം ആണ്. ബിക്കോസ് ഇവിടെ നമുക്ക് 2 വേരിയബിളേ ഉള്ളൂ. 2 മാക്സ് ടേമിലും 2 വേരിയബിളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് പോസ്റ്റ് ഫോം ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം Q കോംപ്ലിമെൻറ്റ് ഇവിടെ കോമൺ ആണ്. സോ അതിന് റിവേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? Q കോംപ്ലിമെൻറ്റിന് ഇങ്ങനെ എഴുതുന്നതിലും നല്ലത് ഇങ്ങനെയായിരിക്കും. P and P complement or Q complement. P Q ഓർഡർ കീപ്പ് ചെയ്യാനാണ് ഞാനിതിനെ P and P complement എടുത്തു പ്ലസ് Q complement. ഓക്കെ, അപ്പോൾ P and P complement എപ്പോഴും എന്തായിരിക്കും? 1 പ്ലസ് Q കോംപ്ലിമെൻറ്റ് ഇത് കിട്ടും. P ആൻഡ് P കോംപ്ലിമെൻറ്റ് എന്താണ്? Pയും അതിൻ്റെ കോംപ്ലിമെൻറ്റും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ 0 ആണ് വരിക. 0 ഓർ Q കോംപ്ലിമെൻറ്റ് എന്താ? 0 നൾ. നൾ Q കോംപ്ലിമെൻറ്റുമായിട്ട് ഓർ ചെയ്ത് എന്തായിരിക്കും? Q കോംപ്ലിമെൻറ്റ് മാത്രമായിരിക്കും. ഓക്കെ, സോ ഇതും ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിനും സെയിം മീനിങ് ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഓക്കെ, അതാണ് മിനിമൽ മിനിമൽ POS ഓഫ് ഈവൻ ബൂളിയൻ ഫങ്ഷൻ. ഒന്നും കൂടെ നോക്കുക. ഇവിടെയും തന്നിട്ടുണ്ട് പ്രൊഡക്റ്റ് ഓഫ് ഡിഫറെൻറ്റ് സം ടേം. തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് പോസ്റ്റ് ഫോം ആണ്. 3 മാക്സ് ടേം ഉണ്ട്. 3 മാക്സ് ടേമിലും എല്ലാ വാരിയബിൾസിൻ്റെയും ഇത് കണ്ടാൽ തന്നെ അറിയാം. ഈ ഫംഗ്ഷൻ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് 3 വാരിയബിൾ യൂസ് ചെയ്തിട്ടാണ്, എയും ബിയും സിയും. 3 മാക്സ് ടേം എടുത്ത് നോക്കിയാലും അറിയാം. അതിൽ എയുടെ ഫോമും വന്നിട്ടുണ്ട്, ബിയുടെ വന്നിട്ടുണ്ട്, സിയുടെ തന്നിട്ടുണ്ട്. സോ തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് പോസ്റ്റ് ഫോം, കനോണിക്കൽ പോസ്റ്റ് ഫോം ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണം. ഓക്കെ, ആദ്യത്തെ 2 ടേമും കമ്പൈൻ ചെയ്താൽ എ ഓർ ബി കോമൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? എ ഓർ ബി പുറത്തേക്ക് എടുക്കുകയാണ്, പ്ലസ് സി ആൻഡ് സി കോംപ്ലിമെൻറ്റ്. മറ്റേതിനെ അതുപോലെ അവിടെ കീപ്പ് ചെയ്യും. സി ആൻഡ് സി കോംപ്ലിമെൻറ്റ് 0 ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? എ ഓർ ബി പ്ലസ് ഇതെന്തായി? ഇതിനെ 0 ആയിട്ട് എഴുതാം. ദെൻ ഈ ടേം അവിടെ എഴുതാം. ഓക്കെ, അടുത്തത് എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എ ഓർ ബി നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും എ ഓർ ബിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എ അവിടെ കീപ്പ് ചെയ്തിട്ട്
ബിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എ ഓർ ബി ആൻഡ് ബി കോംപ്ലിമെൻറ്റ് ഓർ ബി ആൻഡ് സി കോംപ്ലിമെൻറ്റ്. ബി ആൻഡ് ബി കോംപ്ലിമെൻറ്റ് എന്താവും? 0 ആവും. അപ്പോൾ ഈ ഒരു ടേം കിട്ടും. ഇനി ഇതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. സോ ഇതാണ് മിനിമൽ പോസ് ഫോം, ഇതാണ് സ്റ്റാൻഡേർഡ് പോസ് ഫോം. ഇവിടെ എല്ലാ വാരിയബിളിൻ്റെയും ടേംസ് വന്നിട്ടില്ല. ഇവിടെ ബിയും സിയും മിസ്സിംഗ് ആണ്, ഇതിൽ എ മിസ്സിംഗ് ആണ്. ഓക്കെ. സോ ഇങ്ങനെ ബൂളിയൻ ലോ യൂസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കോംപ്ലിക്കേഷൻ ആണ്, വലിയ സ്റ്റാൻഡേർഡ് ഫോമൊക്കെ തരുകയാണെങ്കിൽ. സോ ഇങ്ങനെയല്ല നിങ്ങളോട് സിംപ്ലിഫൈ ചെയ്യാൻ പറയാം. നമുക്ക് വേറൊരു മെത്തേഡാണ് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത്, ക്യാമാപ്പ് യൂസ് ചെയ്തിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ. അത് നമ്മൾ സീരിയസ് ആയിട്ട് പഠിച്ചു വെക്കുക. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വലിയത് തന്നു കഴിഞ്ഞാലും ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് മിനിമൽ സോഫ്റ്റ് ഫോം ആണെങ്കിൽ സോഫ്റ്റ് ഫോം, മിനിമൽ പോസ്റ്റ് ഫോം ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നെക്സ്റ്റ് പഠിക്കേണ്ടത്. അത് പഠിക്കുന്നതിന് മുന്നേ ഇതെന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ ബൂളിയൻ ലോ യൂസ് ചെയ്തിട്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയതൊന്നും നിങ്ങളടുത്ത് ചോദിക്കില്ല, സിമ്പിൾ ആയിട്ടുള്ളതേ ചോദിക്കുള്ളൂ. അടുത്തത് നേരത്തെ ചെയ്ത പോലെ തന്നെ പോസ്റ്റ് ഫോമിനെ എക്സ്പാൻഡ് ചെയ്യാൻ, തന്നിരിക്കുന്ന മിനിമൽ പോസ്റ്റ് ഫോമിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് പോസ്റ്റ് ഫോമിലോട്ട് അല്ലെങ്കിൽ കനോണിക്കൽ പോസ്റ്റ് ഫോമിലോട്ട് എഴുതാനാണ് ചോദിക്കുക. ഇവിടെ തന്നിട്ടുണ്ട് ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എ ബി സി എന്ന് പറഞ്ഞ 3 വാരിയബിളാണ്. ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് ഡിഫറെൻറ്റ് മാക്സ് ടേം തന്നിട്ടുണ്ട്. ഒന്നാമത്തതിൽ ബിയും സിയും മിസ്സിംഗ് ആണ്, രണ്ടാമത്തതിൽ ബിയും മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റാൻ എയിൻ്റെ കൂടെ എന്ത് ചെയ്യണം? എയിൻ്റെ കൂടെ ബിയും വേണം സിയും വേണം. അപ്പോൾ രണ്ടും ഒരേ ടൈം എഴുതുമ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ബി ആൻഡ് ബി കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ ഓർ ബി ആൻഡ് എ ഓർ ബി കോംപ്ലിമെൻറ്റ് 2 ടേമാക്കി മാറ്റി. ഇനി ഈ ടേമിനോടും നമ്മൾ എന്ത് ചെയ്യണം? ആരാ അടുത്ത ടേം ആരാ മിസ്സിങ്? ഈ എയിനെയാണ് നമ്മളിപ്പോഴും എന്ത് ചെയ്തത്? ബി ആൻഡ് ബി കോംപ്ലിമെൻറ്റുമായിട്ട് ഓർ ചെയ്തിട്ട് ഇങ്ങനെ മാറ്റിയത്. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഇവിടെയും ആര് വരണം? ഇതിനോടും സി ആൻഡ് സി കോംപ്ലിമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് ചെയ്യണം. ഇതിനോട് നമ്മൾ എന്ത് ചെയ്യണം? സി ആൻഡ് സി കോംപ്ലിമെൻറ്റ് ഓർ ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യണം? സി ആൻഡ് സി കോംപ്ലിമെൻറ്റ് ഓർ ചെയ്യണം. അപ്പോൾ എന്താ വരിക? രണ്ടിൻ്റെ അടുത്തും നമ്മൾ സി ആൻഡ് സി കോംപ്ലിമെൻറ്റ് ഓർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? എ ഓർ ബി ഓർ സി ആൻഡ് എ ഓർ ബി ഓർ സി കോംപ്ലിമെൻറ്റ്. ഇവിടെ എന്ത് വരും? എ ഓർ ബി കോംപ്ലിമെൻറ്റ് ഓർ സി ആൻഡ് എ ഓർ ബി കോംപ്ലിമെൻറ്റ് ഓർ സി കോംപ്ലിമെൻറ്റ്. ഇങ്ങനെ 4 ടേം വരും. അപ്പോൾ ഈ ടേമിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ മാറ്റിയപ്പോൾ ഇത്രയും ടേംസ് വന്നത്. ഈ 4 ടേമും വന്നു. ഇനി ഇവിടെ എന്താ? ഇവിടെ എയും ഉണ്ട് സിയും ഉണ്ട്, ബി ആണ് മിസ്സിങ്. എ കഴിഞ്ഞിട്ടാണ് ബി വരേണ്ടത്, സിയുടെ മുമ്പിലാണ് ബി വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എ ഓർ കഴിഞ്ഞിട്ട് ബി ആൻഡ് ബി കോംപ്ലിമെൻറ്റ് ഓർ സി. ഓക്കെ. അപ്പോൾ എന്ത് വരും? എ ഓർ എങ്ങനെയാണ് വരിക? എ ഓർ ബി ആൻഡ് ബി കോംപ്ലിമെൻറ്റ്, ഇല്ലാത്ത ടേമിൻ്റെ ഒറിജിനൽ ഫോം ആൻഡ് കോംപ്ലിമെൻറ്റ് ഫോം, എന്നിട്ട് സി. ഇനി എന്ത് ചെയ്യണം? ഇതും പിന്നെ ഇത്, പിന്നെ ഇതും പിന്നെ ഇത്. അപ്പോൾ എങ്ങനെയാണ് വരിക? എ ഓർ ബി ഓർ സി വരും ഒരു ടേം. അടുത്തത് എ ഓർ ബി കോംപ്ലിമെൻറ്റ് ഓർ സി എന്ന് വരും. കണ്ടില്ലേ? അപ്പോൾ ടോട്ടൽ എത്ര ടേമായി? ഈ 4 ടേമും പ്ലസ് ഈ 2 ടേം. ഓക്കെ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കോമൺ? ഇതും കോമൺ ആണ്. ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. എ ഓർ ബി ഓർ സി എന്ന് പറയുന്നത് എന്താണ്? ഒറിജിനൽ ഫോം എന്ന് പറഞ്ഞാൽ 0 0 0. ഓക്കെ. ഇതെന്താണ്? 0 1 0. ഇതോ 0 0 1. ഇത് 0 1 1. ഓക്കെ. ഇനി ഇവിടെ എക്സ്പാൻഡ് ചെയ്തത് ഇതെന്താ വരിക? 0 0 0. ഇത് 0 1 0.
010 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. 000 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സോ അത് രണ്ടും ഒരു വട്ടം എഴുതിയാൽ മതി. ഇനി ബാക്കി രണ്ട് ടേം എ ഓർ ബി ഓർ സി കോംപ്ലിമെന്റ് ആൻഡ് എ ഓർ ബി കോംപ്ലിമെന്റ് ഓർ സി കോംപ്ലിമെന്റ്. ഓക്കെ, ഇനി ഇതിനെ അടുത്തതിനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കണം. പ്രൊഡക്റ്റ് ടേം ആണ്. 3 മാക്സ് ടേം ആണുള്ളത്. ആദ്യത്തതിൽ എ മാത്രമുണ്ട്, രണ്ടാമത്തതിൽ എ ഓർ സി കോംപ്ലിമെന്റ് ബി മിസ്സിംഗ് ആണ്, ഇതിൽ സി മിസ്സിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ ഒന്നാമത്തെ കേസിൽ ബി ടേമും വരുത്തണം, സി ടേമും വരുത്തണം. രണ്ടാമത്തതിൽ ബി ടേം മാത്രം വരുത്തണം, മൂന്നാമത്തതിൽ സി ടേം വരുത്തണം. അപ്പോൾ ഇതിൽ എന്ത് ചെയ്തു? ഒന്നാമത്തതിൽ ബി ആൻഡ് ബി കോംപ്ലിമെന്റ് ഓർ സി ആൻഡ് സി കോംപ്ലിമെന്റ് രണ്ടും ഇതിനോട് ആഡ് ചെയ്യണം. ഇതിലാണെങ്കിലോ ബി ടേം മിസ്സിംഗ് ആയതുകൊണ്ട് ബി ആൻഡ് ബി കോംപ്ലിമെന്റ് മാത്രം ആഡ് ചെയ്തു. ഇതിലാണെങ്കിലോ സി ടേം മിസ്സിംഗ് ആയതുകൊണ്ട് സി ആൻഡ് സി കോംപ്ലിമെന്റ് മാത്രം ആഡ് ചെയ്തു. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേമിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഇത്രയും ടേംസ് കിട്ടും. രണ്ടാമത്തതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ടേമായിട്ട് മാറും. മൂന്നാമത്തതിനെ എക്സ്പാൻഡ് ചെയ്താൽ 2 ടേമായിട്ട് മാറും. ഇതിൽ കോമൺ ടേംസ് ഉണ്ടാവും. കോമൺ ടേംസ് ഒക്കെ ഒരു പ്രാവശ്യം മാത്രം എഴുതുക. എന്നിട്ട് നമ്മൾ ആൻഡ് വെച്ചിട്ട് എല്ലാത്തിനെയും കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് പോസ്റ്റ് ഫോം കിട്ടും.